ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 37ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. തുടങ്ങാം. അതെ, വളരെ ഐശ്വര്യപൂർവ്വമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബിഗ് ബോസ് ഹൗസിലേക്കാണ് നമ്മൾ പ്രേക്ഷകർ 37ാമത്തെ ദിവസം കടന്നു ചെല്ലുന്നത്. അപ്പോൾ തന്നെ ജിൻഡോ പറയുന്നുണ്ട് എല്ലായിടത്തും സന്തോഷമാണ്, പക്ഷേ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു അടിയുടെ പൂരമായിരിക്കുമെന്ന് ജിൻഡോ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് ഇന്ന് ടാസ്കിന്റെ ഭാഗമായിട്ടും ഒക്കെ നടന്നത്. എന്ന് വെച്ചാൽ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. കാര്യം ടാസ്കുകളുടെ കാര്യത്തിലായാലും അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസുകളുടെ കാര്യത്തിലായാലും പിന്നെ ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചൊറിയുടെയൊക്കെ ഭാഗമായിട്ടായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എന്താ ദിവസം തന്നെയായിരുന്നു ഇന്ന്, അല്ലേ? അതുപോലെ ഒരു മോശം പെർഫോമൻസ് ഉണ്ടായില്ല. ടാസ്കുകളിലും എല്ലാവരും ഒരു മിനിമം ആവറേജ് അല്ലെങ്കിൽ അതിനേക്കാൾ എക്സലന്റ് പെർഫോമൻസുകളൊക്കെ വന്ന ഒരു ടാസ്കുകളും ഒക്കെ വന്നു. സാധാരണ ഏതെങ്കിലും ഒരു ടീമൊക്കെ ഭയങ്കര വീക്കായി പോകാറുണ്ട്. ഇത്തവണ അങ്ങനെ മോശമായിട്ടുള്ള പെർഫോമൻസ് ഒന്നുമില്ല. അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. അതെ, നമ്മൾ കുറെ ദിവസം കൊണ്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരു ഡ്രാമ എന്ന് പറയുന്ന ഒരു സംഭവം, നാടകം. നാടകം എന്ന് ഉദ്ദേശിച്ച മനസ്സിലായല്ലോ. നമ്മുടെ ഗബ്രി ജാസ്മിനെ പറ്റിയാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ടാസ്ക് എന്ന് പറയുന്നത് മെലോ ഡ്രാമ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. അതും പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക്. അതില് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ണി ആയിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് പരസ്പരം ഓരോ കണ്ടസ്റ്റന്റിനെയും ഊക്കാം. അതാണ് മെയിൻ ആയിട്ടുള്ള. BBS നടന്നിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡൻസ് ഇവിടെ കാണിക്കണം. ഒരു ഡ്രാമ പോലെ, ഒരു സീരീസ് പോലെ, സീരിയൽ പോലെ കാണിക്കണം. അതെ അതെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ടാസ്ക് വന്നപ്പോഴേ പലയിടത്തുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടായിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ നോറയുടെ പ്രശ്നമാണ്. നോറയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നോറയുടെ ടീമിലുള്ള ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും അതുപോലെ തന്നെ സായിയും ബാക്കിയുള്ള എല്ലാവരുമായിട്ടും ഈ പറയുന്ന നോറ ഇടയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നോറ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ജാൻമണിയുടെ കേസ് കൂടി എടുത്തിടണം, ഇങ്ങനെ ഒരു ഡ്രാമയിൽ എടുത്തിടണം. പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല, ഒരു സർക്കാസ്റ്റിക്കലി ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പേഴ്സണൽ റിവെഞ്ച് എടുത്തിടുന്നതിൽ കാര്യമില്ലെന്ന് ഈ പറയുന്ന സായിയും അഭിഷേക് ശ്രീകുമാറൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നോറ കരയുന്നുണ്ട്. അപ്പോ ഇതിനെതിരെ ഈ പറയുന്ന രണ്ടുപേരും അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എല്ലാം കൂടെ, ആ ടീമിലെ ബാക്കി കണ്ടസ്റ്റന്റ്സ് എല്ലാം കൂടി നോറയെ പഞ്ഞിക്കിടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പവർ ടീമിന്റെ പവർ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് പലപ്പോഴായിട്ട് ലാലേട്ടനും ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു പുതിയ ഒരു സംഭവം കണ്ടുപിടിച്ചിരിക്കുകയാണ്. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ശരണ്യയും അതുപോലെ തന്നെ ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ ഋഷിയൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇവര് സംസാരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തൊക്കെയാണ് പവർ എന്ന് ഇവര് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയ്ക്ക് ഒരു സംഭവം ഇവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ റൂമുകളും അടയ്ക്കാനുള്ള, ക്ലോസ് ചെയ്യാനുള്ള ഒരു സംഭവം, ഒരു ലോക്ക് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ കീഴിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് തീരുമാനിക്കുമ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ വാതിൽ അടയും, അങ്ങനെ ഒരു ലോക്ക് ഇടുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പം അത്തരത്തില് ലോക്ക് ഇടാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ, പവർ ടീമോ അല്ലെങ്കിൽ ക്യാപ്റ്റനോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്ക് ഇടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ശരണ്യയും ജിൻഡോയും ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ പറയുന്ന ഒരു പവർ ടീമിന്റെ ഒരു വടിയുണ്ട്. ആ വടി വെച്ചിട്ട് ആദ്യം ജിൻഡോയും ശരണ്യയും കൂടെ ചേർന്ന് പറയാണ്, ക്യാപ്റ്റനും അതുപോലെ തന്നെ പവർ ടീം അംഗമായ ശരണ്യയും ആയിട്ടുള്ള ഞാനും കൂടി പറയുകയാണ് ലോക്ക് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. ഏതോ റൂം ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഡെന്നിന്റെ റൂം ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ അത് ലോക്ക് ആവുന്നില്ല. അതിനുശേഷം ശരണ്യ ഒറ്റയ്ക്ക് പറയുമ്പോൾ ഇത് ലോക്ക് ആവുന്നുണ്ട്. ലോക്ക് ആവുന്ന സമയത്ത് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ജാസ്മിൻ, ഗബ്രി, അതുപോലെ തന്നെ അർജുൻ, അപ്സര, റസ്മിൻ എന്നിവരാണ് ആ ഒരു അവരുടെ ടീമിലല്ല. അതെന്തോ സംസാരിക്കാൻ വേണ്ടി അവിടെ പോയതാണ് ആ സമയത്ത്. അതെ, ആ സമയത്ത് പോയതാണ്. ഓൾറെഡി നമുക്കറിയാം ഈ പറയുന്ന ഒരു മെലോ ഡ്രാമ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ തന്റെ ടീം അംഗങ്ങളായിട്ടുള്ള അൻസിബയുടെ അടുത്തും അതുപോലെ തന്നെ ശ്രീരേഖയുടെ അടുത്തും ശ്രീധുവിന്റെ അടുത്തും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഗബ്രിയുടെ അടുത്തേക്ക് വന്നത്. അവരെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ചെയ്യുന്നുണ്ട്. എവിടുന്ന് അറിയാതെ കയറിയതാണെങ്കിലും അറിയാതെ തന്നെ ഈ ലോക്കും ആവുന്നുണ്ട്. ഉടനെ ഈ പറയുന്ന പവർ ടീം അംഗങ്ങളായിട്ടുള്ള മറ്റ് ആൾക്കാരായിട്ടുള്ള DJ സിബിനൊക്കെ അവിടേക്ക് വരികയും നമ്മൾ എന്തിനാണ്
എന്താണ് ഈ പ്രോഗ്രാമിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് അംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കേണ്ട സഭയിലേക്ക് എന്തുകൊണ്ടാണ് ജാസ്മിൻ വന്നതെന്ന് ഒരു ടോക്ക് വരികയും അവസാനം അവരിങ്ങനെ പറയുന്നു, ജാസ്മിൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ക്ലോസ് ചെയ്തത്, അല്ലെങ്കിൽ ജാസ്മിനെ ഇനി പുറത്തു വിടാൻ പറ്റത്തില്ല, ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ആ ടീം ഉൾപ്പെടെ അല്ലെ ഡെൻ ടീം ഉൾപ്പെടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല എന്നൊരു രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് വാഷ്റൂമിൽ പോകണം, എനിക്ക് എന്താ പറയുന്ന വാഷ്റൂമിൽ പോകേണ്ടതായിട്ട് അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും വിലക്കെടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഉഡായിപ്പാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പരസ്പരമൊക്കെ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഗബ്രി ആ റൂമിനകത്ത് നിന്ന് പറയുന്നുണ്ട്, എന്താണ് ക്യാപ്റ്റന്റെ അടുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എടാ ജിൻഡോ നീ ഭയങ്കര ഉടായിപ്പാണ്, നീ ഉടായിപ്പ് ക്യാപ്റ്റനാണ്, നിനക്ക് ഉളുപ്പുണ്ടോടാ, നീ ഇവിടെ വന്നിട്ട് കുനിഞ്ഞു നിക്കടാ, അതുപോലെ തന്നെ നീ പവർ റൂമിൽ പോയി. അതിന്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ കുഞ്ഞു നിക്കടാന്നൊക്കെ പറയേണ്ടി വരുന്നതിന് മുമ്പ് ഇവര് തുറന്നു വിടാൻ പറയുന്നുണ്ട്, പവർ ടീമിനോട് പോയി പറയാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയത്തില്ല, ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ല, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലല്ലോ, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരല്ല, വോട്ട് ചെയ്ത ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കണം എന്നുള്ള രീതി പറയുന്നുണ്ട്. പവർ ടീമിനോട് പോയി പറയത്തില്ല. അപ്പം ഗബ്രി ഓഫൻസീവ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, നീ അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ അല്ലല്ലോ, അതായത് പിന്നീട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഗബ്രി ചോദിക്കുന്നത്, നീ ക്യാപ്റ്റൻ അല്ലല്ലോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പം ഇവരെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് മനസ്സിലായ ശേഷം നേരത്തെക്കാളും രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ കുനിഞ്ഞു നിൽക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. അതെ, കുനിഞ്ഞു നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഒരു സെക്ഷുവലി ഉള്ളൊരു എന്താണ് ടോക്കാണ് ഉദ്ദേശിച്ചത്. പറയാൻ പറ്റൂല, ഡബിൾ മീനിങ് ആണ്. അതെ, അപ്പൊ ആ ഡബിൾ മീനിങ് പിന്നീടാണ് ഗബ്രിക്ക് കാര്യം മനസ്സിലായത്. ഉടനെ തന്നെ ആ പ്ലേറ്റ് മാറ്റി ഗബ്രി അതിനെ മാറ്റി പറയുന്നു, കുനിഞ്ഞു നിൽക്കുക എന്നതിന് പകരം കുമ്പിട്ട് നിൽക്കടാ, പോയി നമ്മുടെ ടീമിന്റെ അടുത്തും പവർ ടീമിലും പോയി കുമ്പിട്ട് നിൽക്കടാ ജിൻഡോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്താണ് നമ്മുടെ ജിൻഡോ വിടത്തില്ലല്ലോ, ഈ ഒരു കുനിഞ്ഞു നിൽക്കൽ പരാമർശം എന്തായാലും വിടാൻ സാധ്യതയില്ല. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് സംസാരമാവുന്നതെന്ന് വെച്ചാല് ജാസ്മിന് സത്യത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പീരീഡ്സ് ആണ് പുള്ളിക്കാരിക്ക്. അപ്പൊ പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി അത് പറയുന്നുണ്ട്. അപ്പോ ആവശ്യം വന്നാൽ തുറന്നു തരണം എന്ന് ജിൻഡോയോട് പറയുന്നു. അതെ അതെ അതെ. അപ്പോ പക്ഷെ ഇതും ഈ പറയുന്ന പോലെ ഇതൊരു സത്യത്തില് ഇതൊരു വുമൺ കാർഡ് ആണെങ്കിൽ കൂടി അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് അതിൽ പൊതുവിലൊരു അഭിപ്രായം ഉണ്ടാവുന്നു. കാര്യം അപ്സര, റൂമിൽ കിടക്കുന്ന അപ്സര പറയുന്നുണ്ട്, പുറത്തുള്ള നോറയും പറയുന്നുണ്ട്, അല്ലെ? അകത്തുള്ളത് നോക്കണ്ട, അകത്തുള്ള ആൾ എന്ത് പറഞ്ഞിട്ടും പുറത്തത് എത്താൻ പോകുന്നില്ല. ഇത് ജെനുവിൻ ആണെന്ന് പുറത്തുള്ള ഒരാൾ പറയുമ്പോഴേ അതിന് ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. അതെ, നോറ സപ്പോർട്ട് ചെയ്തു തന്നെയാണ് അവിടെ ഒരു പ്രധാനമായിട്ടൊരു ഇത് വന്നത്. അതെ അതെ. അപ്പൊ ഇതിനു മുന്നേ തന്നെ അപ്സര തന്നെ പറയുന്നുണ്ട്, ഗബ്രി ചെയ്ത ഗബ്രി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് കുനിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഒരു പരാമർശമാണ്. അപ്പൊ അപ്സര പറയുന്നത് വെച്ചാൽ ഗബ്രി ചെയ്ത ആ തെറ്റിന് എന്തിനു നമ്മളെ കൂടി ശിക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് DJ സിബിൻ പറയുന്നുണ്ടെന്ന് വെച്ചാല് എന്താണ് ജാസ്മിൻ. അതിനുശേഷം മറ്റൊരു കാര്യമാണ് DJ സിബിൻ ഇതിനെ മറ്റൊരു ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ജാസ്മിന് പാഡ് മാറ്റാൻ വേണ്ടി റൂം തുറന്നു കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ആ ടൈമിൽ DJ സിബിനു അടങ്ങുന്ന ഈ പറയുന്ന പവർ ടീം ഒരു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം വിളിച്ചു കൂട്ടി ഇതെല്ലാം നിങ്ങളുടെ പൊതുജന അഭിപ്രായം തേടുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. അപ്പൊ സ്ത്രീകളുടെ അഭിപ്രായം തേടുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് പീരീഡ്സുമായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അഭിപ്രായം വേണം. അപ്പൊ ഒട്ടുമിക്ക സ്ത്രീകളും, പ്രധാനമായിട്ട് നോറയാണല്ലേ പറയുന്നത്, നോറയുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞ സംഭവം ഈ ഒരു അവസരത്തിലാണ് പറയുന്നത്. അതെ. അപ്പോ DJ സിബിൻ ഇങ്ങനെ മാറ്റുന്നു എന്ന് വെച്ചാല് ഈ പറയുന്ന ഗബ്രി നേരത്തെ പറഞ്ഞതിനെല്ലാം മാപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ തുറന്നു വിടും എന്ന രീതിയിലേക്ക് മാറ്റുന്നു. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രീനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ബാക്കിയുള്ള ഈ ജാസ്മിന്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഗബ്രി അടിയറവ് പറഞ്ഞു കഴിഞ്ഞാൽ റൂം തുറക്കാനുള്ള സംവിധാനം ചെയ്യും എന്നൊരു രീതിക്കാണ് പറയുന്നത്. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ ഗബ്രി അത് മുട്ട് വളയ്ക്കുന്നില്ലല്ലേ? അത് എന്താന്ന് വെച്ചാൽ ഗബ്രി മുട്ടി വളക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അതൊരിക്കലും ഇല്ല. ജാസ്മിന്റെ മുന്നിൽ അല്ലാതെ ആരെ മുന്നിലും അവൻ മുട്ടി വളയ്ക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. ഇനി മാപ്പ് പറയാൻ പറഞ്ഞിട്ട് ഇനി
ഇവര് ആരെയും പുറത്ത് വിടത്തില്ലെന്ന് പറഞ്ഞാൽ ഗബ്രി മാപ്പ് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല, അവിടെ പറഞ്ഞതുമില്ല. അതെ അതെ. അതിനുശേഷം ഉടനെ തന്നെ ഡി ജെ സിബിൻ പ്ലേറ്റ് മാറ്റുന്നു. കാര്യം എന്ന് വെച്ചാല് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ഒരു എന്താണ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ ഞാൻ ഒരു ആ വേർഡ് ഫുള്ളായിട്ട് പറയാം. അതെ 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 ഞാൻ നിന്റെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെ അവക്കൊരു ഈ ഒരു എന്താണ് സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഒരു ആവശ്യം വന്നിട്ട് പോലും ഉം, അവർക്ക് തുറക്കാൻ വേണ്ടി നിന്റെ ഈഗോ നീ മാറ്റി വെച്ചില്ല അതെ എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതെ. കുറ്റപ്പെടുത്തുക മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒരു തെറ്റിനെ എന്താണ് എന്താണ് അല്ലെങ്കിൽ തെറ്റിനെ മാറ്റി നിർത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നിന്റെ ഈഗോനെ കാട്ടി വലുതാണ് നമ്മളുടെ എന്താണ് നന്മയാണോ അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡി അത് ജെ സിബിൻ കൂട്ടത്തില് ഗബ്രി ഒരുപാട് വട്ടം പറയുന്നുണ്ട് ഇനി മനുഷ്യത്വം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള വാക്കുകൾ, ഹ്യൂമാനിറ്റി, ഈ പറയുന്ന വാക്കുകൾ ഇനി ജമ്മത് ഇവിടെ പറഞ്ഞു പോകരുതെന്നൊക്കെ ശരണ്യ എടുത്ത് പറയുന്നുണ്ട്. അല്ലടാ, ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് തോന്നി അതൊരു ഇങ്ങനെ ഒരു കാര്യം അല്ല, എന്ത് പവർ ഇവർക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 5-10 മിനിറ്റത്തേക്ക് പൂട്ടിയിട്ടാ കുഴപ്പമില്ല. പക്ഷെ അതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അകത്ത് പൂട്ടിയിടുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അത് അല്ല ഭയങ്കര ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ നെഗറ്റിവിറ്റി ഇപ്പൊ നിലവിൽ ആൾറെഡി നെഗറ്റീവ് ആയിരിക്കുന്ന ജാസ്മിനും ഗബ്രിയും പോസിറ്റീവ് ആവാനേ ഇത് സഹായിക്കുള്ളൂ. ഇവര് ഇത് ചിന്തിക്കുന്നില്ല. അധികാരം കൈ കിട്ടുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഇവർക്കും വരും. അതെ ഇനി തുടർന്ന് അങ്ങോട്ട് വരാനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് ആ പൂട്ടിയിട്ടത് അരമണിക്കൂർ 1 മണിക്കൂറിന് മുകളിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്നാണ് എനിക്കത് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ലൈവ് കാണാത്തതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അതെ ലൈവില് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ പുറത്ത് എന്തായാലും പൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ ഈ അതെ അതെ ടാസ്ക് എല്ലാമായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് മുഖം തുറക്കാൻ പോലും അവസരം കൊടുക്കാതെ ഇങ്ങനെ ഇട്ടതിനോട് എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല സ്ത്രീകളായിട്ടുള്ളവരെ അങ്ങനെ പൂട്ടിയിടുന്ന അത്ര നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യവും ഇവര് ഉദ്ദേശിക്കുന്നുണ്ട്. ജാസ്മിൻ അതുപോലെ തന്നെ ബാക്കി ഗബ്രിയുടെ ടീമും ഈ പ്രോഗ്രാമിന് ഇറങ്ങണ്ട എന്നൊരു ഉദ്ദേശം കൂടി അവര് പറയുന്നുണ്ട് കേട്ടാ. അത് അതൊരു നമ്മൾ നല്ല ഉദ്ദേശം അല്ലല്ലോ. ഒരു കാര്യം ബിഗ് ബോസ് മത്സരം ആണ്. വരുമ്പോ അതെ മത്സരം വരുമ്പോഴത്തേക്ക് അല്ല, ബിഗ് ബോസ് പവർ ടീം ആവശ്യപ്പെട്ടാൽ ചെയ്തല്ലേ പറ്റുള്ളൂ. ഇപ്പൊ അതെ ഉദാഹരണത്തിന് അതെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും ഉദ്യോഗസ്ഥർ ചെയ്തല്ലേ പറ്റും. പോലീസുകാർ എന്ത് പറഞ്ഞാലും അതെ ഈ അതെ ഗവൺമെന്റ് പറയുന്നത് കേട്ടാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച് പവർ റൂം പറഞ്ഞാൽ കേട്ടാലേ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതെ അപ്പം അവ- ഇവര് അതെ പൂട്ടിയിട്ടതിലും തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അതെ 10 മിനിറ്റത്തേക്ക്, അതായത് ഇവർ ഉദ്ദേശിച്ചത് പവർ കാണിക്കാനാണല്ലോ. അതെ അതെ അപ്പൊ അതെ നമ്മൾ വിചാരിച്ച നിങ്ങളെ പൂട്ടിയിടാൻ പറ്റും, ഈ പവർ ഞങ്ങൾക്കുണ്ട് എന്ന് ഇവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുഴപ്പമില്ല. പക്ഷെ അത് ഒരു കുറച്ച് സമയം നീണ്ടു നിന്ന സമയത്ത് അതൊരു പ്രശ്നമായി. മാത്രമല്ല ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. ഒരു ഫ്രീ ടൈമിൽ കുഴപ്പമില്ല. അതെ ഇപ്പൊ ഒരു ടാസ്ക് നടക്കാൻ പോകണം, അവർക്ക് പുറത്ത് വന്നാലേ പ്രിപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേജിന്റെ വലിപ്പം എത്ര എല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നാലല്ലേ പറ്റുള്ളൂ. അതെ തീർച്ചയായും. അപ്പൊ അപ്പൊ ആ ഒരു അതായത് ഒരു എതിരാളി മത്സരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് അത്ര ശരിയായ നടപടിയായിട്ട് തോന്നുന്നില്ല. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും മത്സരം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ടീമിനെ നമ്മൾ പൂട്ടിയിട്ടിട്ട് ഇന്ത്യ വിജയിച്ചെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ധാർമ്മികതയുണ്ടോ? ശരിയാണ് എനിക്ക് ശരിയാണ്. അതുപോലെയാണ് തോന്നിയത്. അപ്പം ആ ഒരു പൂട്ടിയിട്ടിട്ട് ടാസ്ക് മുടക്കുന്നതിലോട്ട് അത് ജെനുവിനായിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അല്ല, ഇത് പൂട്ടിയിട്ടതിന് ശേഷവും ഈ ഡി ജെ സിബിന്റെ അവസാന പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് പെങ്ങളാണ് പരാമർശമൊക്കെ ഈഗോയുടെ മുന്നിൽ താന്നു പോവുകയാണ്. മറിച്ച് അതൊക്കെ അവർക്ക് നെഗറ്റിവിറ്റി വരാതിരിക്കാണ്ട് അവരിങ്ങനെ പറഞ്ഞ പറയുകയാണ്. മെഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ. അപ്പൊ അവസാനം നമ്മള് ഈ പവർ ടീം ആണ് ഏറ്റവും വലിയ മാന്യന്മാരെന്നുള്ള രീതിയിൽ. അതൊരു സ്ട്രാറ്റജി തന്നെയാണ്. സിബിൻ ആയതുകൊണ്ടാണ് അത് ഇത്രയും പറഞ്ഞു തന്നത്. അതെ അതെ അതേസമയം തീർച്ചയായും. ഈ സിബിൻ ഇങ്ങനെ ന്യായീകരിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഫുൾ നെഗറ്റീവ് ആയി പോയേട്ടാ. അതെ തീർച്ചയായും തീർച്ചയായും. സിബിന് സംസാരിക്കാൻ അറിയാം അല്ലേ സത്യത്തില്. അത് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. ഗബ്രിയോടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ശ്രീരേഖയും സിബിനും മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിടിച്ചു നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് സംസാരിക്കാനല്ലേ. ഇവര് പറയുന്നതിന് തിരിച്ച് പോയിന്റ് പറഞ്ഞ് അവരെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതെ 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 ഗബ്രി പറയുന്നത് ആളുകൾക്ക് ഇഷ്ടാവുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പറയുന്നതിന് കറക്റ്റ് കൗണ്ടർ സ്പോണ്ടേനിയസ് മറുപടി കൊടുക്കാൻ ഈ രണ്ടുപേർക്ക് ആ ഹൗസിലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജിൻഡോയ്ക്കൊക്കെ ഒരു സംസാരിക്കുമ്പോൾ വായി തോന്നി എന്തെങ്കിലും വിളിച്ച് പറയും, തന്തയ്ക്ക് വിളിക്കുന്നല്ലാതെ ഒരു പോയിന്റ് ബൈ പോയിന്റ് പറയാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെ. ഇനി എന്തായാലും തന്തയ്ക്ക് വിളിച്ച വിവരം അറിയും. അതെ അതെ. ഇത് പിന്നീട് നടന്നതെന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ ഡി ജെ സിബിന്റെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന പവർ ടീമിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ വാതിൽ തുറക്കുകയും ബാക്കി പെർഫോമൻസ് ഗെയിം നടക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം ആയിരുന്നു അല്ലേ. ഏറ്റവും നല്ല ഒരു ഇത്രയും നാൾ നടന്നതിൽ വെച്ചിട്ട് എണ്ണി പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗെയിം ആയിരുന്നു. അനുസരിച്ച് പെർഫോം ചെയ്തു. പക്ഷെ കൂടുതലായിട്ട് ഒരു ടീം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. അതെ എന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് വരാം. നമ്മുടെ അതെ ഗബ്രി, അപ്സര,
അർജുൻ നമ്മുടെ അർജുൻ 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 റസ്മിൻ ഇവര് നാലുപേരുമാണ് ആദ്യത്തെ പെർഫോമൻസ് നടത്തിയത്. അതിൽ ഏറ്റവും എടുത്തു ടീമാണ് പറയാൻ അവര്. പറ്റും, അപ്പൊ ഇവരുടെ ഡെൻ ടീമിന്റെ പെർഫോമൻസിന്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. അതെ, അതില് അപ്സരയാണ്. അപ്സര ജിൻഡോയുടെയും അർജുൻ ജഹാൻമണിയുടെയും വേഷമാണ് കെട്ടിയത്. ഈ അർജുന്റെ വേഷം കെട്ടുക മാത്രമല്ല, ഡയലോഗുകൾ കൊണ്ടും ആ ഒരു എന്താണ് ഇമിറ്റേഷൻ നന്നായിരുന്നു. ഇമിറ്റേഷനും അടിപൊളിയായിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സത്യത്തിൽ അമീറും ഞാനും സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ക്ലാഷ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് സത്യത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാല് നമ്മൾ എക്സാമ്പിൾ നമ്മളെ വെച്ച് തന്നെ പറയണമെന്നില്ല. ഈ മറ്റ് രണ്ട് ടീമുകളുടെ ഇടയിൽ ക്ലാഷ് വന്നിട്ടുണ്ട്. അടുത്ത പെർഫോം ചെയ്യാൻ പോകുന്ന അതെടാ, ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ദേശിച്ച് പറഞ്ഞത്. ഡെൻ ടീം അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ക്ലാരിറ്റി ആയിട്ട് അവതരിപ്പിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഡയലോഗുകൾ തമ്മിൽ ക്ലാഷ് ആവാതെ, ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. പിന്നീട് നടന്നതെന്ന് വെച്ചാൽ നന്ദന, സായി, അഭിഷേക് ജയകുമാറും അഭിഷേക് ശ്രീകുമാറും നോറയും തമ്മിലുള്ള ഇവര് അടങ്ങുന്ന ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു. ജയദീപ്, ശരിയാടാ, അതെ. അപ്പൊ ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു. ഇവരും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാൻ പറ്റൂ. ഇവര് പക്ഷേ അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്താണ് കാണിച്ചത് ഈ ജാസ്മിൻ ഗബ്രി. പക്ഷെ നന്നായിരുന്നു കേട്ടോ, അവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എക്സാജറേറ്റ് ചെയ്താണ് കാണിച്ചത്. പക്ഷെ ഇവരുടെ ടീമായിരുന്നു ശരിക്കും ക്ലാഷ് ആയതാടാ. സൗണ്ട് നല്ല ക്ലാഷ് ആയി. എനിക്ക് മനസ്സിലായി. ടീം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി സംഭവം ആ ഒരു കോംബോ ഒരു ഫണ്ണി ആയിട്ട് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ആണ് കാണിച്ചത്. അതെ അതെ അതെ. പക്ഷെ അതിലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭവം നമ്മളിത് പറയണ്ട. മറ്റേ എന്താണ് ജാസ്മിന്റെ അടുത്ത് ഗബ്രി യഥാർത്ഥത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: നീ എനിക്ക് അച്ഛനാണ്, അമ്മയാണ്, പെങ്ങളാണ്, സ്കൂളിൽ പോകുന്ന അനിയനാണ്, മാമനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഈ പറയുന്ന ഡയലോഗ് ഉണ്ട്, പ്ലംബർ ആണ്, ഡോക്ടർ ആണ്. അതില് ഈ പറയുന്ന നന്ദനയും അഭിഷേക് ജയദീപും തമ്മിൽ ഈ പറയുന്ന നന്ദന ജാസ്മിൻ ആയിക്കൊണ്ട് അതുപോലെ തന്നെ അഭിഷേക് ജയദീപ് ഗബ്രിയായും സംസാരിക്കുന്നുണ്ട്. അപ്പൊ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീ എനിക്ക് അമ്മയാണ്, അച്ഛനാണ്, ഡോക്ടറാണ്, പ്ലംബറാണ്, എന്താണ്, ടീച്ചറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എവിടേക്കാണ് ഉദ്ദേശം മനസ്സിലായല്ലോ? നമ്മുടെ ജോണിക്കുട്ട അല്ലേ? അതെ അതെ. അടുത്ത ഇത് കഴിഞ്ഞിട്ട് നടന്നത് ശ്രീരേഖ, അൻസിബ, ശ്രീതു, ജാസ്മിനെ ഈ പറയുന്ന പോലെ പൂട്ടിയിട്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മണം പോലും ഇവിടെ അടിച്ചിട്ടില്ല. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമായിട്ട് വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗബ്രിയോ അവരുടെ ടീമിനെ അർജുന ഉൾപ്പെടെ എല്ലാവരും പൂട്ടിയിട്ടില്ലേ? പൂട്ടിയിട്ടതൊന്നും ഇവിടെ ബാധിച്ചിട്ടേ ഇല്ല. അവര് അതൊക്കെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ അതൊരു ഗെയിമായിട്ട് അവരെടുത്തിട്ട് അടുത്തതിലേക്ക് വന്നു. അതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ സെൽഫ് ഹൂക്കും അതുപോലെ തന്നെ ഗബ്രിയുടെ പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുന്ന സംഭവം ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ നല്ല അടിപൊളി പെർഫോമൻസ് എല്ലാ ടാസ്കിലും. അത് പെർഫോമർ ആയിട്ട് വരുന്ന സമയത്തെല്ലാം പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് വെടിപ്പായിട്ട് ചെയ്യും. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്, ശ്രീരേഖ ഗബ്രിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അവരുടെ ടീമിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തു ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭംഗിയായിട്ട് കുറെ പെർഫോമൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ സംസാരമല്ല, കുറെ ഈ പറയുന്ന ചേഷ്ടകളും ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഫെയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല ഇവർക്ക് സത്യത്തിൽ കിട്ടിയത്. ഒരു ഫെയർ ആയിട്ടുള്ളത് വരത്തില്ലല്ലോ. അത് പവർ ടീം ആരാണോ അവര് ഫേവറിസം കാണിച്ച് മാത്രമേ ജഡ്ജ്മെന്റ് ചെയ്യാറുള്ളൂ. എല്ലാ പവർ ടീമും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് പവർ ടീം ആവാൻ കാരണമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ടീമാണ് ഈ ശ്രീരേഖ, അൻസിബ. വടം വലിക്കാനൊക്കെ ഏറ്റവും മുന്നിൽ എഴുന്നേറ്റ് നിന്നതും കൂടെ നിന്നതും അവരാണ്. വോട്ട് ചെയ്യാൻ നിന്നതും എല്ലാം. ഇപ്പം ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ കൂടെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന എല്ലാ ടാസ്കിലും ഇവര് ഫേവർ ചെയ്ത് മാത്രമേ റിസൾട്ട് വരുള്ളൂ. അടുത്ത പവർ ടീമായിട്ട് ഇവര് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അതെ, അല്ലടാ, മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന്റെ പുറകില്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അൻസിബ, ശ്രീതു, ശ്രീരേഖ, ജാസ്മിൻ ടീമിനും സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നമ്മുടെ അർജുൻ, ഗബ്രി, അപ്സര, റസ്മിൻ. പക്ഷെ ഇത് തിരിച്ചായിരുന്നു വരേണ്ടിയിരുന്നത്. അർജുന്റെ ടീമിന് ഫസ്റ്റും തിരിച്ച് അൻസിബയുടെ ടീമിന് സെക്കൻഡും ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. നീ ഇപ്പം പറഞ്ഞല്ലോ അപ്സര, ശ്രീതു, ശ്രീരേഖ, ജാസ്മിൻ എന്നിവരാണ് ഇനി പവർ ടീമിൽ വരേണ്ടതെന്ന്. ഇത് എന്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ചിന്തിച്ചൂടാ എന്ന് വെച്ചാല് ഇനി നേരിട്ട് വരേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, വരണമെന്നാണ് നിലവിലെ പവർ ടീം ആഗ്രഹിക്കുന്നത്. നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ അവര് വന്നാലും കുഴപ്പമില്ല എന്നുള്ള മെന്റാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. കാര്യം DJ സിബിനാണ് ഇവരുടെ ലീഡർ. അതെ, അതിന്റെ ഒരു ഫേവറിസം വേറെ. കൂട്ടത്തില് ഈ നിലവിലെ പവർ ടീം ആവാൻ വേണ്ടി ഇവരെ വടം വലിക്കാനൊക്കെ കൂടെ നിന്നതിന്റെ ഒരു ഫേവറിസം വേറെ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് വെച്ചാലടാ, ഇതിപ്പോ അവർക്കൊരു തോന്നൽ വരും നമ്മളെ DJ സിബിൻ സഹായിക്കുകയാണെന്ന്. പക്ഷെ ഇതിൽ തന്നെ വേറൊരു ചതി പൊളിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല്
ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടീം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പറയുന്ന നമ്മുടെ പവർ ടീം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള. അപ്പോൾ അതിന്റെ കൂടെ മത്സരിക്കാനുള്ളത്, പവർ ടീമിന് വേണ്ടി മത്സരിക്കാൻ വരുന്നത് അൻസിബയുടെ ടീമാണെങ്കിൽ പരാജയപ്പെടാൻ സാധ്യത ഉണ്ടല്ലോ. അത് കായികപരമുണ്ട്. ബിഗ് ബോസ് അല്ലേ? അല്ല, ബിഗ് ബോസ് ആണല്ലോ. നമ്മൾ ഇതിനു മുമ്പ് ഈ ഇപ്പൊ ഗബ്രിയുടെ ഒക്കെ ടീം പുഷ്പം പോലെ തോക്കുമെന്ന് വിചാരിച്ച സ്ഥലത്ത് അവിടെ സുന്ദരിക്ക് പൊട്ടുതൊടല് പോലെ ഇമവെട്ട മത്സരമല്ലായിരുന്നോ? അത് ശരിയാണ്. മത്സരം അതുപോലെ വല്ല സുന്ദരിക്ക് പൊട്ടുതൊടലോ സ്പൂണിൽ നാരങ്ങ കൊണ്ടോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ജയിക്കൂലേ? ശരിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസരത്തിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് ഈ വടംവലിയിൽ ആരാ ജയിക്കാൻ പോണ ജിൻഡോടുണ്ടെങ്കിൽ നമുക്കറിയാം. അതുപോലെ തന്നെ മുമ്പ് ഈ ഒരു ഊഞ്ഞാല് പോലെ, എനിക്ക് തുലാഭാരം പോലെ കെട്ടി പൊക്കി നിർത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ജിൻഡോ ഉള്ള ടീമെ വിജയിക്കണമെന്ന് അറിയാം. അവിടെ ജിൻഡോ പവർ ടീം ആവാൻ വേണ്ടി ഒരു പക്ഷേ ആ ടാസ്ക് കൊണ്ടുവന്നാണ് നമുക്ക് പറഞ്ഞൂടെ. അതുകൊണ്ട് ഒരു പക്ഷേ കടുത്ത മത്സരം വരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ അൻസിബ ടീമിന് വിജയിക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ ബിഗ് ബോസ് വിചാരിച്ചാൽ നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാല് DJ സിബിൻ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താ അണ്ണാന്നാണ് വിളിക്കുന്നത് കേട്ടാ. അണ്ണാ, നിങ്ങളെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഊക്കിയല്ലോ എന്ന് വെച്ചാല് മൈക്ക് ധരിക്കാത്തതിന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോയി പറയണം. അത് മാത്രമല്ല, അതിനും അതുപോലെ തന്നെ റസ്മിൻ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ബോധം കെട്ട് പോയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, റസ്മിൻ വന്ന് പറയുന്നുണ്ടായിരുന്നു 2 ദിവസത്തേക്ക് അവളെ ഉപദ്രവിക്കരുത്, ഒരു തരത്തിലുള്ള സംസാരത്തിന് വരരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ജാസ്മിൻ വന്നതിന് പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ ജാസ്മിൻ ഈ പറയുന്ന ജിൻഡോയുടെ മേല് കുതിര കയറിയായിരുന്നു. അപ്പൊ അതിനെതിരെ സംസാരിക്കണം. കാര്യം റസ്മിൻ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത്. ഇനിയും എനിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ കാലേ വാരി ഞാൻ നിലത്തടിക്കുമെന്ന് പറയണമെന്ന് കറക്റ്റ് ആ ഡയലോഗ് ബൈ ഡയലോഗായിട്ട് DJ സിബിനാണ് നമ്മുടെ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേദിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇതുപോലെ പറയുന്നുണ്ട്, എന്താണ്, ഞാൻ കാലേ വാരി നിലത്തടിക്കും. അപ്പൊ ഇതിനെതിരെ ഇതൊരു പേഴ്സണൽ അറ്റാക്കിന് വേണ്ടി ഇങ്ങനെ മോശമായിട്ട് കാലേ വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞ ആ ഒരു പരാമർശം പിൻവലിക്കണമെന്നും പണിഷ്മെന്റ് കൊടുക്കണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മൈക്ക് എടുത്ത് ധരിക്കാത്തതിനും അതുപോലെ തന്നെ തനിക്കെതിരെ പോടോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവവും, അതുപോലെ തന്നെ ഗബ്രി ബോധം കെട്ട് വീണത് നാടകമാണെന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോയുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഒരു ആരോപണം തനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം, മറുചോദ്യത്തിലൂടെ പുള്ളിക്കാരൻ അതിനെ മാറ്റിവിടുന്ന ഒരു പരിപാടി. അതെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗബ്രി പറയുന്നുണ്ട്, എന്റേത് നാടകമായിരുന്നില്ല, എനിക്ക് എന്തോ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ബോംബെന്ന് സൈക്കോളജിസ്റ്റ് വന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറയുന്നത്. എന്തോ പ്രശ്നം എന്ന് പറയുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നത് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ബോംബെ എന്ന് വരെ സൈക്കോളജിസ്റ്റ് വന്നതെന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അൻസിബയുമായിട്ടും, അൻസിബ സത്യത്തില് നീ നേരത്തെ പറഞ്ഞല്ലോടാ, അൻസിബ സത്യത്തില് ഗബ്രിയായിട്ട് സംസാരിക്കാനത്ത് കുറച്ചു നേരം സംസാരിക്കാൻ നേരത്തെ നീ പോടാ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്നു. കാര്യം പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ശ്രീരേഖ കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്ത് സംസാരിക്കുന്നോ അതിന് മറുപടി കൊടുക്കുന്ന രീതിയിലും അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗബ്രി എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പിന്നീട് നടന്നത് മറ്റൊരു സംഭവം എന്ന് വെച്ചാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഇപ്പോ ജിൻഡോയ്ക്ക് എതിരെ ഇപ്പൊ ഒരു ആരോപണം ഉണ്ടല്ലോ. അപ്പൊ ആരോപണത്തിന് പ്രത്യാരോപണം പറഞ്ഞെന്ന് വെച്ചാല് എന്നെ ബിഗ് ബോസിനെ പുല്ലുവില കൽപ്പിച്ച് അവള് മൈക്ക് ധരിക്കാതെ ഇരുന്നു എന്നുള്ള ഒരു രീതിയാണ് പറയുന്നത്. അപ്പൊ അത് പറയാൻ നിർത്ത് നിലവിലെ പവർ ടീം പറയുന്നുണ്ട്, ആ പ്രശ്നം നടക്കുന്ന രാവിലെയാണ്, പക്ഷെ നമ്മള് ചാർജ് ഏൽക്കുന്നത്, പവർ ടീമിന്റെ അധികാരം ഏൽക്കുന്നത് വൈകിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ കേസ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാല് ജാസ്മിന്റെ അടുത്ത് നമ്മുടെ ജിൻഡോ പറഞ്ഞ മോശമായിട്ടുള്ള പരാമർശം മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് BB കോർട്ട് റൂം എന്ന് പറയുന്ന ഒരു പുതിയൊരു കോടതി പവർ റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിന്റെ പ്രശ്നം പരിഹരിക്കും എന്ന് നമ്മുടെ ബോർഡിൽ എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ എഴുതാൻ വേണ്ടിയല്ല ഇത്തരത്തിൽ ബോർഡ് ഇവിടെ വെച്ചേക്കുന്നത്, ശിക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ബോർഡ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ മായ്ക്കണം എന്നൊരു രീതി പറയുന്നുണ്ട്. അപ്പോ അപ്പോഴേ തന്നെ DJ സിബിൻ അത് മായ്ക്കുന്നുണ്ട് കേട്ടോ. DJ സിബിനും പൂജയും അത് മായ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, മായ്ക്കുന്നു, സോറി ഉൾപ്പെടെ പറയുന്നുണ്ട്. ഉടനെ ജാസ്മിൻ പറയാണ്, എനിക്കിത് സോറി പോരാ, നമ്മളിത് ക്ഷമിക്കൂല, ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ അപ്സര ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് സോറി പോരെ, പിന്നെന്താണ് നിനക്ക് വേണ്ടത് എന്നൊരു രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ പ്രശ്നം തന്നെ വൈകിട്ടാവുന്നു.
വൈകിട്ടാവാൻ നിർത്ത് DJ സിവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ജാസ്മിൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾക്ക് നമ്മുടെ BB കോർട്ട് റൂം സെറ്റ് ചെയ്യണ്ടേ, കാര്യം വൈകിട്ടാണല്ലോ പണിഷ്മെന്റ് കൊടുക്കാമെന്നൊരു രീതി പറഞ്ഞേക്കുന്നത്, ട്രയൽ നടത്താൻ എന്നുള്ള രീതിയിൽ. അപ്പൊ DJ സിബിൻ പറയാണ്, നമുക്കിപ്പോ താല്പര്യമില്ല, നമുക്കിപ്പോ എന്തോ ക്ഷീണം, ഗെയിം കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ നാളെ നടത്തുന്നോളെന്ന് പറയുന്നു. അപ്പോ എന്താണ് ഒരു എന്താ പറയാ, വളരെ ലാഘവത്തോടുകൂടി തട്ടിക്കളയുക എന്നൊക്കെ പറയുമല്ലോ, നമുക്കിപ്പോ താല്പര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിക്കാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ ജാസ്മിന്റെ അടുത്ത് അതെ, പവർ ടീം പറയുന്നതല്ല അന്ത്യം, അതുകൊണ്ട് അങ്ങനെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അവകാശമുണ്ട്. അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട്, ഇത് എന്താണ് മനുഷ്യത്വരഹിതമാണ്. അപ്പോ ഉടനെ തന്നെ DJ സിബിൻ പാട്ട് തുടങ്ങുന്നു, ഏതോ ഒരു പാട്ട് പാടി എല്ലാരും കൂടെ ഒരുമിച്ച് പാടുന്നു. ഇവളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയാ, ഒന്ന് ഇരുത്താൻ വേണ്ടി. ഇവള് പിന്നെ സംസാരിക്കത്തില്ലല്ലോ ഇവർ ഒരുമിച്ച് പാട്ട് പാടി കഴിഞ്ഞാൽ. അപ്പം അതിനുശേഷം ഋഷിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഋഷി നീ ഇനി മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ DJ സിബിൻ പറയുന്നുണ്ട്, അല്ല സോറി, ഋഷി പറയുന്നുണ്ട്, ഇത് എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല, നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, നമ്മൾ ഇന്ന് എന്തായാലും ആ ഒരു കോർട്ട് വിളിച്ചു കൂട്ടുന്നില്ല എന്നൊരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതും ഈ പറഞ്ഞ കണക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നീട് നടന്ന ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എന്താണ്, ഗബ്രി നമ്മുടെ ആരടുത്താണ്, നമ്മുടെ അപ്സരയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും പ്രശ്നം ഇപ്പം പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയും അതുപോലെ തന്നെ ജാസ്മിനെയാണ്. പ്രധാനമായിട്ട് എന്നെ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പാവപ്പെട്ട ജാസ്മിൻ എന്നൊക്കെയാണ് പറയുന്നത്, പാവപ്പെട്ട ജാസ്മിന്റെ മേലാണ് അവർ കുതിര കയറുന്നത്. അപ്പോ ഇനി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചേക്കുന്നത്, എന്റെ അപ്പം വന്ന് പറഞ്ഞാലും, ബിഗ് ബോസിന്റെ അടുത്ത് എന്റെ അപ്പം വന്ന് പറഞ്ഞാലും ഞാൻ അവളുടെ കൈ വിടില്ല എന്നൊരു പരാമർശം നടത്തുന്നുണ്ട്. അതിന് എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനൊരു സംസാരത്തിലൂടെയാണ് നമ്മുടെ 37ാമത്തെ ദിവസം അവസാനിക്കുന്നത്. സോ എന്തായാലും ഇതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.